ഈ ഭൂമിയിൽ ഞാനും നിങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹവും നമുക്ക് മുൻപേ കഴിഞ്ഞു പോയ സമൂഹവും ഇനി വരാനിരിക്കുന്ന സമൂഹവുമൊക്കെ അള്ളാഹുവിൻ്റെ അളവറ്റ കാരുണ്യം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ സൃഷ്ടിക്കുക എന്നത് മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല നിർവഹിച്ചത്. അതിനപ്പുറം ആ മനുഷ്യർക്ക് വ്യക്തമായ മാർഗനിർദ്ദേശനം നൽകുന്നതിന് വേണ്ടി വേദഗ്രന്ഥങ്ങൾ ഇറക്കുകയും ആ വേദഗ്രന്ഥങ്ങൾ വിവരിച്ചു നൽകുന്നതിന് വേണ്ടി പ്രവാചകന്മാരെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ലോകത്ത് ഒരു സമൂഹവും പ്രവാചകന്മാർ കടന്നു വരാതെ കഴിഞ്ഞു പോയിട്ടില്ല. അത് വിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ പറഞ്ഞ് കേൾപ്പിക്കുന്നുമുണ്ട്. വഇമ്മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖല ഫീഹാ നദീർ. ഒരു സമൂഹവും താക്കീതുകാരന്മാർ വരാതെ ഈ ലോകത്ത് നിന്ന് കഴിഞ്ഞു പോയിട്ടില്ല. എല്ലാ കാലത്തും മനുഷ്യനെ സംസ്കരിക്കാൻ, അള്ളാഹുവിൻ്റെ ആയാത്തുകളെ വിവരിച്ചു നൽകാൻ, അവർക്ക് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകാൻ, ഏതാണ് സത്യമാർഗമെന്ന് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ വേദഗ്രന്ഥവുമായി പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം, ഒരു സമൂഹത്തിലേക്കൊരു പ്രവാചകനെ നിയോഗിക്കുമ്പോൾ ആ സമൂഹത്തിൻ്റെ പ്രയാസങ്ങളും വേദനകളും യാതനകളും വ്യതകളുമെല്ലാം തന്നെ അറിയുന്ന അവരിൽപ്പെട്ട ആളുകളെ തന്നെയാണ് നിയോഗിക്കുക. ആദ് സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട അവരുടെ സഹോദരൻ ഹൂദ് നബിയും, സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട അവരുടെ സഹോദരൻ സ്വാലിഹ് നബിയും, മദിയൻ ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട അവരുടെ സഹോദരൻ ഷുഐബ് നബിയും, ഇസ്രായേലിയരിലേക്ക് നിയോഗിക്കപ്പെട്ട അവരിൽ തന്നെയുള്ള പ്രവാചകന്മാരും, ഇതെല്ലാം വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്ന ഒരു ഭാഗമാണ്. എന്നാൽ ഈ പ്രവാചകന്മാരുടെ ഒക്കെ വരവിന് പരിസമാപ്തി കുറിച്ചത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിലെ അന്ത്യപ്രവാചകൻ, ഈ ലോകത്തേക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ അവസാന വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ, ആ വേദഗ്രന്ഥത്തെ വിശദീകരിച്ചു കൊടുക്കുവാനും അള്ളാഹുവിൻ്റെ ആയാത്തുകൾ വിവരിച്ചു നൽകുവാനും അവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുവാനുമാണ് പ്രവാചകന്മാരെ ഈ ലോകത്തേക്ക് നിയോഗിച്ചത്. അതിൻ്റെ ഭാഗമായി അതിൻ്റെ പരിസമാപ്തി കുറിച്ചത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഈ ലോകത്ത് എല്ലാ മനുഷ്യരും പിന്തുടരേണ്ടത് പ്രവാചകനെയാണ്. വിശിഷ്യ മുസ്ലിങ്ങൾ പിന്തുടരേണ്ടത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, യഥാർത്ഥത്തിൽ ആരാണ് ഒരു റിയൽ ഹീറോ? ആ വാക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന കുറച്ച് ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കുറച്ചും കൂടി ബാക്കോട്ട് പറഞ്ഞാൽ ആരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പിന്തുടരേണ്ടത്, നമ്മൾ അനുകരിക്കേണ്ടത്? അത് അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകനെയാണ്. എന്തുകൊണ്ടാണ് പ്രവാചകനെ നമ്മൾ അനുകരിക്കണം, പ്രവാചകനെ നമ്മൾ പിന്തുടരണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? അത് വളരെ വ്യക്തമായി എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ നമുക്കത് ബോധ്യപ്പെടേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരേണ്ടത്? ഇനി ഈ ലോകത്തേക്കൊരു പ്രവാചകൻ വരാനില്ല, ഇനി ഈ ലോകത്തേക്ക് ഒരു വേദഗ്രന്ഥവും വരാനില്ല. അവസാനത്തെ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ, അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകപ്പെട്ട അവസാന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ വിവരിച്ചു നൽകിയ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതേതെല്ലാം തലങ്ങളിൽ?
ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും, ഒരു വ്യക്തി എന്ന തലത്തിൽ, അതുപോലെ തന്നെ ഒരു കുടുംബനാഥൻ, സമൂഹത്തിൽ ഇടപെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഇങ്ങനെ തുടങ്ങി അവൻ്റെ വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങിയ എല്ലാ മേഖലകളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രവാചകനെ പിന്തുടരേണ്ടത് എന്നതിൻ്റെ ഉത്തരം നമുക്ക് വളരെ വ്യക്തമാണ്. ഇനി ഈ ലോകത്തേക്ക് ഒരു ദൈവദൂതൻ വരാനില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ലഖദ് കാന ലക്കും ഫി റസൂലില്ല, നിങ്ങൾക്ക് നിശ്ചയമായും അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ എന്തുണ്ട്? ഏറ്റവും നല്ല ഉസ്വത്തുൻ ഹസന, മാർഗമുണ്ട്, മാതൃകയുണ്ട്. ഇത് ഏതൊക്കെ തലത്തിലാണ് ഈ മാതൃകയുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു നല്ല ഭർത്താവിനെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഖദീജ ബീവിയോട് ചോദിച്ചാൽ മതി. നമ്മൾ ഏറ്റവും നല്ലൊരു ഉപ്പയാണ് അന്വേഷിക്കുന്നത് എങ്കിൽ ആ പ്രവാചകൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവിയോട് ചോദിച്ചാൽ മതി. നമ്മൾ ഏറ്റവും നല്ല ഒരു കൂട്ടുകാരനെയാണ് അന്വേഷിക്കുന്നത് എങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചാൽ മതി. നമ്മൾ ഏറ്റവും നല്ലൊരു അയൽക്കാരനെയാണ് അന്വേഷിക്കുന്നത് എങ്കിൽ മക്കയിലെ ധാരാളം ആളുകൾ പറഞ്ഞു തരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന അയൽവാസിയെക്കുറിച്ച്. നമ്മൾ നല്ലൊരു മനുഷ്യനെയാണ് അന്വേഷിക്കുന്നത് എങ്കിൽ മക്കയിലെ ശത്രുക്കൾ പോലും പറഞ്ഞു തരും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെക്കുറിച്ച്. ഇങ്ങനെ ഏത് മേഖലയിൽ നോക്കിയാലും നമുക്ക് ഏറ്റവും നല്ലൊരു ഉസ്വത്ത്, ഏറ്റവും നല്ല ഒരു മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാൻ കഴിയും. ആരാധനകളിൽ, അനുഷ്ഠാനങ്ങളിൽ, കർമ്മങ്ങളിൽ, ധാർമ്മികതയിൽ, സ്വഭാവത്തിൽ, ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലും നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ലോകത്ത് നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ ധാരാളം സംഭവ വികാസങ്ങൾ ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ വളരെ വ്യത്യസ്തമാണ്. ഒരു വേള നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടാക്കുന്ന, അതുപോലെ തന്നെ സങ്കടമുണ്ടാക്കുന്ന വാർത്തകളാണ് എല്ലാ തലങ്ങളിലും കേൾക്കുന്നത്. വിശ്വാസരംഗത്ത് വലിയ രീതിയിലുള്ള പാകപ്പിഴവുകളും അതുപോലെ തന്നെ വൈകല്യങ്ങളും ധാരാളമായി കാണാം. ഏതുവരെ എന്ന് ചോദിച്ചാൽ, മുദബ്ബിറുൽ ആലം, അള്ളാഹുവിനേക്കാൾ കഴിവുള്ളവർ, അതല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് പോലും ചില മഹാന്മാരാണ് എന്ന രീതിയിലുള്ള വിശ്വാസപരമായ കാര്യങ്ങൾ പോലും പറയപ്പെടുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പരിപൂർണമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടതും ഒരു തരത്തിലും വൈകല്യമില്ലാതെ കാത്തു സൂക്ഷിക്കേണ്ടതും നമ്മുടെ വിശ്വാസമാണ്. പക്ഷെ നമ്മളിങ്ങനെ കേൾക്കുന്ന മായാവി കഥകൾ പോലെയുള്ള കുറേ കഥകൾ അല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട ഒരു കഥ നിങ്ങളൊക്കെ കുറേ കേട്ടിട്ടുണ്ടാവും. ഒരാൾക്ക് ഇങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അയാൾക്ക് കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങണം. പക്ഷെ താഴത്തുനിന്ന് സിഗ്നൽ കിട്ടാത്തത് കൊണ്ട് ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്യില്ല, വേറെ സ്ഥലത്ത് ലാൻഡ് ചെയ്യുമെന്നാണ് അവിടുന്ന് അനൗൺസ്മെൻറ്റ് വന്നത്. അപ്പോൾ ഇയാൾ കൈ ഉയർത്തി പിടിച്ചിട്ട് CM മടവൂരിന് ഫാത്തിഹ ഓതി. ഫാത്തിഹ ഓതിയിട്ട് ഇദ്ദേഹം ഇങ്ങനെ കണ്ണ് തുറന്നപ്പോൾ വിമാനത്തിൻ്റെ മുമ്പിൽ CM മടവൂർ ഇങ്ങനെ വിമാനം ഇങ്ങനെ പിടിച്ചു നിൽക്കണമെന്നാണ് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞ് അപ്പം തന്നെ അനൗൺസ്മെൻറ്റ് വന്നു എന്നാ, സിഗ്നൽ കിട്ടി, നമ്മൾ ഇവിടെ തന്നെ ലാൻഡ് ചെയ്യാൻ പോവാണ് എന്ന്. ഒരു ഉസ്താദ് CM മടവൂരിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൾ പ്രസവിക്കാനായി. അപ്പോൾ ഞങ്ങൾ ടെസ്റ്റിലൂടെ മനസ്സിലാക്കിയത് പെൺകുട്ടിയാണ് എന്നാ, ഞങ്ങൾക്ക് ആൺകുട്ടിനാണ് വേണ്ടതെന്നാ. അപ്പോൾ CM അതിന് ആൺകുട്ടിയാക്കി കൊടുത്തു എന്ന്. ഇത് ഘോരഘോരം വേദികൾ കെട്ടി പ്രസംഗിക്കാനും അത് കേൾക്കാനും വിശ്വസിക്കാനും ഒരു കൗമ, ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമൊക്കെ വലിയ വേവലാതിയോടുകൂടി കാണണം. ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ എനിക്ക് ആരാധിക്കാൻ മറ്റൊരു ഇലാഹില്ല എന്ന ഏറ്റവും വലിയ പ്രഖ്യാപനം പ്രഖ്യാപിച്ച് അദൃശ്യമായി എന്നെ സഹായിക്കാനും എനിക്കെന്തെങ്കിലുമൊക്കെ നൽകാനും എനിക്ക് തരാതെ തടഞ്ഞു വെക്കാനും കഴിവുള്ളവൻ
അള്ളാഹുവാണ് എന്ന വിശ്വാസമാണ് എന്നെയും നിങ്ങളെയും ഒക്കെ ജീവിതത്തിൽ വല്ലാണ്ട് പ്രയാസങ്ങൾ വരുമ്പോൾ പിടിച്ചു നിർത്തുന്നത്. എന്നെ ഈ പ്രയാസങ്ങൾ, എൻ്റെ ഈ വേദനകളൊക്കെ പറഞ്ഞാൽ അത് കേൾക്കാൻ കഴിവുള്ള, അത് ഉത്തരം നൽകാൻ കഴിവുള്ള ഒരു റബ്ബുണ്ട് എന്നതാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ശക്തി. അതൊരു കരുത്താണ്. അല്ല, അതിനപ്പുറത്ത് അള്ളാഹുവിനേക്കാൾ മുകളിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിവുള്ളവർ മഹാന്മാരായി ഉണ്ട് എന്ന് പറയുമ്പോൾ വിശ്വാസ തലങ്ങളിൽ അത്രമേൽ വൈകല്യങ്ങൾ ഉണ്ട്. എന്നാൽ ഈ ലോകത്ത് എന്തൊക്കെ തന്നെ സംഭവിച്ചാലും, ഈ ലോകത്ത് എന്തൊക്കെ തന്നെ നടന്നാലും, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി, അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും, വലിൽ മുഅ്മിനീന, വിശ്വാസികൾക്കുമാണ് എന്നെന്നും പ്രതാപമുണ്ടാവുക, എന്നെന്നും പ്രതാപമുണ്ടാവുക. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ, വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. കപടവിശ്വാസികളായ ആളുകൾ, ആ ആളുകൾക്ക് അതറിയാത്തത് കൊണ്ടാണ്. ഇനി ഞാൻ വരാം. വിശ്വാസ വൈകല്യങ്ങൾ മാത്രമല്ലല്ലോ, നമ്മുടെ നാട്ടിലെ ധാർമ്മിക രംഗം അത് അത്രമേൽ വളരെയധികം മോശമായി മ്ലേച്ഛമായ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പുരോഗമനം പറയുന്നവർ, വലിയ വലിയ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തയ്യാറായി വരുന്നവർ, പുരോഗമനം പറഞ്ഞ് ദിവസേന ദിനം പ്രതി സോഷ്യൽ മീഡിയയിലൂടെ അവനവൻ്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി എഴുതി പടച്ചുവിടുന്നവർ, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പം കഴിഞ്ഞ ഒരു 1-1.5 മാസം മുമ്പ് നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു വിഷയം എന്താ? യുണിസെക്സ് ടോയ്ലറ്റ്, ആണിനും പെണ്ണിനും ഒരേ ബാത്റൂം. അതിനുവേണ്ടി വാദിച്ച് അത് നടപ്പിലാക്കിയ ആളുകൾ, അത് വേണമെന്ന് വാശി പിടിച്ച് വലിയ സാംസ്കാരിക നായകന്മാർ പോലും മുന്നോട്ട് വന്ന ഒരു നാട്ടിൽ 1.5 മാസം കഴിഞ്ഞപ്പോൾ അത് എഴുതിയും പറഞ്ഞുമൊക്കെ പിന്മാറിയിരുന്ന ആളുകൾ അതിനേക്കാൾ വലിയ വേവലാതി പറയുന്നു. എന്താണ്? സിനിമാ രംഗത്ത് നിന്ന്, അല്ലേ, ഞങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ ഒരു ബാത്റൂമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാകുന്നു, ഞങ്ങൾക്ക് ശാരീരികമായി വലിയ വലിയ പ്രയാസങ്ങളും പീഡനങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നു എന്ന് അവർ വേവലാതിയും കരച്ചിലുമായി വരുന്നു. ഞാൻ ചോദിക്കട്ടെ, ആരാണിത് വേണമെന്ന് പറഞ്ഞത്? ആരാണിത് വേണമെന്ന് പറഞ്ഞ് വലിയ നിലവിളിയും കോലാഹലം ഉണ്ടാക്കിയതാരാ? വിശുദ്ധ ഇസ്ലാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്രമേൽ പവിത്രമായിട്ടാണ് അവൾക്ക് സ്ഥാനം നൽകിയത് എന്ന് ഈ ലോകത്തോട് വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക ജീവിതത്തിലൂടെയും വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആണിനും പെണ്ണിനുമൊക്കെ ഇരിക്കാനും സഞ്ചരിക്കുവാനും ഒക്കെ ചോദിച്ച ആളുകളുണ്ട്. ആണിൻ്റെ മടിയിൽ പെണ്ണ് കയറിയിരുന്നാൽ എന്താ, ആകാശം ഇടിഞ്ഞു വീഴുവോ? നിങ്ങൾക്കിപ്പോഴും 6-ാം നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുകയും എഴുതുകയും ചെയ്ത ആളുകളുണ്ട്. എന്നാൽ ഈ വിശ്വാസികൾ നിങ്ങളുടെ മുന്നിൽ തന്നെ പറയുന്നു, ഇവിടെ ഒരാകാശവും ഇടിഞ്ഞു വീണിട്ടില്ല, ഇവിടെ ഒരു ഭൂമിയും പിളർന്നിട്ടില്ല, ഒരു കുട്ടിയും നിങ്ങളുടെ വാദത്തിൻ്റെ പേരിൽ മരണപ്പെട്ടിട്ടില്ല. പക്ഷേ എല്ലാ കേടുപാടുകളും ഉണ്ടായത് നിങ്ങൾക്ക് തന്നെയാണ്. അർദ്ധനഗ്നയായി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ പേടിയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ ആശങ്കയൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ? അർദ്ധനഗ്നയായി സർട്ടിഫിക്കറ്റുകളുടെ പേരുകൾ മാത്രം പറഞ്ഞ് ചെറിയ ക്ലിപ്പിങ്ങുകളും വലിയ സിനിമകളുമായി പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് വരെ ഇറക്കി വിട്ട് ലഹരിയും വ്യഭിചാരവും ഒക്കെ തേനും പാലുമാണെന്ന് പറഞ്ഞ് ആളുകൾക്കിടയിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു വ്യവസായത്തിൽ നിന്ന് ഇത്രത്തോളമുള്ള വാർത്തകളെ കേൾക്കുകയുള്ളൂ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ പ്രയാസമോ അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒന്നുമല്ല. കാരണം എന്താണെന്നറിയോ? വിശ്വാസികളെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് ജീവിക്കുന്നവരാ. എന്നാൽ നിങ്ങളോ, ഇത്തരം പുരോഗമനവാദികളോ, അവരവരുടെ ബുദ്ധി അനുസരിച്ച് ജീവിക്കുന്നവരാ. അത്രേ മാറ്റുള്ളൂ. നമ്മൾ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ദീൻ എന്തു പറഞ്ഞു, പ്രവാചകന്റെ ചര്യ എന്താണ് പറഞ്ഞത് എന്ന് വളരെ കൃത്യമായി നമ്മൾ പരിശോധിക്കും, പഠനവിധേയമാക്കും. എന്നാൽ തൻ്റെ സ്വയം താല്പര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി സ്വന്തം ഓരോന്നോരോന്നായി ആവശ്യപ്പെട്ടുണ്ടാക്കി ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കേടുപാടുകളും ഇത്തരത്തിലുള്ള നിലവിളികളും കരച്ചിലുകളുമൊക്കെ ധാരാളമായി നമ്മൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം
ഞാൻ ആദ്യത്തെ ഒരു ഭാഗം നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എത്രത്തോളം പവിത്രതയാണ് ഒരു പെണ്ണിന് നൽകിയത് എന്ന് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പെൺകുട്ടി പിറന്നാൽ, ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, 3 പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെ മാന്യമായി നിങ്ങൾ നോക്കി വളർത്തി വിവാഹം കഴിപ്പിച്ചയച്ചാൽ നിങ്ങൾക്ക് എന്താണ്, സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ട്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിൽ ഒരു പെൺകുട്ടി പിറന്നാൽ, ഒരാൺകുട്ടി പെൺകുട്ടി, പക്ഷെ ആൺകുട്ടിയേക്കാൾ സംരക്ഷണം ആവശ്യപ്പെടുന്നത് പെൺകുട്ടിക്കാണ് ഇസ്ലാം. ഒരു പെൺകുട്ടി നിങ്ങൾക്ക് പിറന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വവും സംരക്ഷണവും പുരുഷന്മാർക്കാണ്. പൂർണ്ണ ഉത്തരവാദിത്വവും സംരക്ഷണവും പുരുഷന്മാർക്കാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കൊരു പെൺകുട്ടി പിറന്നു കഴിഞ്ഞാൽ അത്മഅഹുന്ന വസിഖാഹുന്ന, നിങ്ങൾ അവൾക്ക് ഭക്ഷണപാനീയങ്ങൾ നൽകുക. അഥവാ അവളെ തീറ്റിപ്പോറ്റേണ്ടത് ഒരു മാതാവിൻ്റെ, ഒരു പിതാവിൻ്റെ ചുമതലയാണ്, കടമയാണ്. വകസാഹുന്ന മിൻ ജിദ്ദതിഹി, അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും കടമയാണ്. അവൾക്ക് വിദ്യാഭ്യാസം നൽകണം, അവൾക്ക് നല്ല വസ്ത്രം നൽകണം, അവൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ നൽകണം. എല്ലാ സംരക്ഷണവും. ഏതുവരെ? എൻ്റെ കുട്ടി എൻ്റെ സംരക്ഷണത്തിലായിരിക്കെ ഒരാളുടെയും കരാളഹസ്തങ്ങൾ അവളുടെ പിറകിൽ, അവളുടെ ശരീരത്തിൽ വന്ന് വീഴില്ല എന്ന സംരക്ഷണം നൽകേണ്ടത് ആരാ? ഒരു ഉമ്മയാണ്, ഒരു ഉപ്പയാണ്. എന്നിട്ട് അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു, കുന്ന ലഹു ഹിജാബം മിനൻ നാരി യൗമൽ ഖിയാമ, അള്ളാഹുവിൻ്റെ പരലോകത്ത് നരകത്തിന് ഒരു മറയായിക്കൊണ്ട് നിങ്ങളുടെ മകൾ നിങ്ങൾക്കുണ്ടാകുമെന്നാണ്. എങ്ങനെയാണെങ്കിൽ ഒരു പെൺകുട്ടി ജനിച്ചാൽ അവളുടെ പൂർണ്ണ ഉത്തരവാദിത്വം അവളുടെ ഉമ്മാക്കും ഉപ്പാക്കുമാണ്. ഏതുവരെ? അവളെ വിവാഹപ്രായമെത്തി വിവാഹം കഴിച്ചയപ്പിക്കുന്നത് വരെ. ഇനി ചെറുപ്പക്കാർ, വിവാഹം കഴിക്കുന്ന ആളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പറഞ്ഞത്? വിവാഹത്തോടുകൂടി നിങ്ങളൊരു കരാറെടുക്കുന്നു. എന്താണ് ആ കരാർ? ഫഇന്നകും അഖദതുമുഹുന്ന ബിഅമാനത്തില്ല, നിങ്ങളുടെ വിവാഹത്തിലൂടെ നിങ്ങൾ പവിത്രമായ ഒരു കരാർ. എന്താണ് ആ കരാർ? എന്താണ് അമാനത്ത്? ശരിക്കും ബോധ്യപ്പെടണം കേട്ടോ. എന്താണ് അമാനത്ത്? മനിസ്തതാഅ മിൻകുമുൽ ബാഅ, അവളുടെ പൂർണ്ണ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഏതാണ് ഈ സംരക്ഷണം? അവൾ അങ്ങാടിയിലൂടെ പോകുമ്പോൾ അങ്ങാടിയിലുള്ള ഒരാൾ പോലും നോട്ടം കൊണ്ട് അവളെ നോക്കി വേദനിപ്പിക്കില്ല. കാരണം അവൾക്ക് ഞാൻ മാന്യമായ വസ്ത്രമേ വാങ്ങിച്ചു കൊടുക്കൂ. അവൾ എവിടേക്ക് കയറി ചെന്നാലും മാന്യമായിട്ട് മാത്രമേ അവൾ ഇടപഴകൂ. ഒരാളുടെ മുൻപിലും ഒരു പ്രദർശന വസ്തുവാക്കി ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ട് നിർത്തില്ല. അത് ഞാൻ അള്ളാഹുവിനെ സാക്ഷിയാക്കി എൻ്റെ വിവാഹ സമയത്ത് ഞാൻ എടുക്കുന്ന കരാറാണ്. എന്നിട്ട് അള്ളാഹിൻ്റെ പ്രവാചകൻ പറഞ്ഞു, അൻത തുഅമുഹ ഇദാ തുഇംത, നീ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ അവൾക്കും ഭക്ഷണം ഉണ്ടാകണം. വതക്സൂഹ ഇദാ തസൈത, നീ ധരിക്കുകയാണ് എങ്കിൽ അവളെയും ധരിപ്പിക്കണം. ചെറുപ്പക്കാരായ വിവാഹത്തിലേക്ക് വരുന്ന ഭർത്താക്കന്മാരുടെ പ്രവാചകന്റെ കൽപ്പനയാണ്. നിങ്ങൾ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു അമാനത്താണ്, ഒരു അമാനത്താണ്. എന്താ അമാനത്ത്? അവരുടെ മുഴുവൻ സംരക്ഷണവും ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന സംരക്ഷണം. അവൾക്കൊരു പോറലും ഏൽക്കില്ല. അവളുടെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീർ തുള്ളി പോലും ഇനി ഒറ്റ വീഴില്ല. അവൾക്കെല്ലാ സംരക്ഷണവും ഞാൻ ഒരുക്കാമെന്ന. പ്രിയമുള്ളവരെ, സഹോദരന്മാരെ, നിങ്ങൾക്ക് അനിയത്തിമാരില്ലേ, ഇത്താത്തമാരില്ലേ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ലൈസ അഹദും മിൻ ഉമ്മത്തി യഊലു സലാസ ബനാത്തിൻ, നിങ്ങൾക്ക് 3 പെൺമക്കൾ ഉണ്ടാകി, ഔ അല്ലെങ്കിൽ സലാസ അഖവാത്തിൻ, നിങ്ങൾക്ക് 3 സഹോദരിമാരുണ്ടായി. 1 2 3 ആകാം. നിങ്ങൾക്ക് സഹോദരിമാരുണ്ട്. അവരോട് ഫയഹ്സിനു ഇലൈഹിന്ന, അവരുടെ ഉപ്പ നോക്കി വിവാഹം കഴിപ്പിച്ചയപ്പിച്ചു. എന്നാൽ നിങ്ങളുടെ സഹോദരിയെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങൾക്കും അനുസരിച്ച് അവളെ നിങ്ങൾ സഹായിച്ചു. അവളുടെ മക്കളുടെ പഠന വിഷയത്തിൽ, അവളുടെ പ്രയാസങ്ങളിൽ, അവളുടെ പ്രതിസന്ധികളിൽ എല്ലാം നിങ്ങൾ അവളുടെ കൂടെ നിന്നു. നിങ്ങൾ അവൾക്ക് വേണ്ട വിധം എല്ലാ സഹായങ്ങളും നൽകിയെങ്കിൽ ഇല്ല കുന്നലഹു സിത്റം മിനന്നാർ,
നിങ്ങളുടെ നരകമോചനത്തിന് അത് തന്നെ മതിയാകും, അത് കാരണമാകും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുക. നമ്മുടെ ഇത്താത്തമാരെ, നമ്മുടെ അനിയത്തിമാരെ നമ്മൾ സംരക്ഷിച്ചാൽ എങ്ങനെ സംരക്ഷിക്കണം എന്നറിയോ? നമ്മുടെ പെങ്ങൾ ഇങ്ങനെ സ്കൂൾ വിട്ടു പോകുമ്പോഴേ അവളെ ഒരാൾ നോക്കി ഒരു കമൻ്റ് അടിക്കില്ല എന്ന് ആങ്ങളയായ, സഹോദരനായ, ഇക്കാക്കയായ നമുക്ക് ഉറപ്പിക്കാൻ പറ്റണം. എൻ്റെ ഇത്താത്തയും എൻ്റെ പെങ്ങളും ആ രീതിയിലാണ് എന്ന് വളരെ കൃത്യമായി ഇസ്ലാമികമായ മാനത്തിൽ അവളെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്കുമുണ്ട് കടമ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു പെൺകുട്ടി പിറന്നാൽ അവളെ വിവാഹം വരെ സംരക്ഷിക്കേണ്ടത് ആരാ? അവളുടെ ഉമ്മയും ഉപ്പയുമാണ്, അവളുടെ സഹോദരങ്ങളാണ്. വിവാഹത്തോടുകൂടി അവളെ സംരക്ഷിക്കേണ്ടത് ആരാ? അവളുടെ ഭർത്താവാണ്. ഇനിയുണ്ടല്ലോ, കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, അസ്സാഇ അലൽ അർമില വൽ മിസ്കീൻ. ഇനി അവൾ ചിലപ്പോൾ വിധവയാകും. അവൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും. നിങ്ങൾ എന്ത് ചെയ്യണം? ആ വിധവയായ സ്ത്രീയെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ സമരത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടവനെ പോലെ, ഒരു രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവനെ പോലെ, പകല് മുഴുവൻ നോമ്പെടുത്തവനെ പോലെ നിങ്ങൾക്ക് കൂലിയുണ്ട്. എങ്ങനെ? അവരുടെ പ്രയാസത്തിൽ അവളെ സഹായിച്ചാൽ. വീടുണ്ടാവില്ല, ഭർത്താവ് മരണപ്പെട്ടു, സാമ്പത്തികമായ ശേഷിയില്ല, അവൾക്ക് നമ്മൾ സാമ്പത്തികമായ എല്ലാ തലത്തിലും ആളുകളിൽ നിന്നും പണം വാങ്ങി വീടുണ്ടാക്കി കൊടുത്തു. അവളുടെ മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യം നൽകി, വിദ്യാഭ്യാസത്തിനുള്ള ആവശ്യ സാധനങ്ങൾ നൽകി, എല്ലാ സഹായങ്ങളും നൽകി. എന്താ കൂലി എന്നറിയോ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട ഒരു സമരനായകനെ പോലെ പകല് മുഴുവൻ നോമ്പെടുക്കുകയും രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുകയും ചെയ്ത ഒരാളുടെ കൂലിയാണെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് എന്ത് പ്രശ്നങ്ങൾ സ്ത്രീകളുമായി ഉണ്ടായിക്കഴിഞ്ഞാലും ഒന്നാമതായി വരുന്ന ആരോപണം എന്താണെന്നറിയോ? ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സംരക്ഷണം ഇല്ല എന്നാ. ഞാൻ ഈ പറഞ്ഞ 4 ഘട്ടങ്ങൾ, ഒരു പെൺകുട്ടി ജനിച്ചാൽ വിവാഹപ്രായം വരെ അവളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, വിവാഹം കഴിഞ്ഞാൽ അവളുടെ ഭർത്താവ്, അവൾ വിധവയായി കഴിഞ്ഞാൽ പ്രിയപ്പെട്ട വിശ്വാസികളായ നാട്ടുകാർ, മഹല്ല് കമ്മിറ്റിക്കാർ, കുടുംബക്കാർ, വിശിഷ്യ മുസ്ലിങ്ങൾ അവർക്ക് സംരക്ഷണം നൽകണം. ഇത്രമേൽ ഒരു സ്ത്രീക്ക് സംരക്ഷണം നൽകുന്ന ഏതെങ്കിലും ഒരു ദർശനം, ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രം, ഏതെങ്കിലും ഒരു മതം ഈ ലോകത്തുണ്ടോ? ഇല്ല. ഒരു സ്ത്രീക്ക് ഇത്രമേൽ സംരക്ഷണം നൽകാൻ പറയുന്ന ഒരു പ്രത്യയശാസ്ത്രവും ഒരു മതവും ഒരു കിതാബും ഇന്ന് ലോകത്തില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഇസ്ലാം അത്രമേൽ പവിത്രമായ പദവി നൽകിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇനി പുതിയ കാലത്ത് ഈ കാലത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായും എൻ്റെ മുമ്പിലിരിക്കുന്ന കൗമാരക്കായ ചെറുപ്പക്കാരെന്താ പറയുക? നിങ്ങൾ തന്ത വൈബാണെന്ന് പറയും അല്ലേ? നിങ്ങൾക്ക് ഉറപ്പാണ് ഇവരെ ചിരിക്കുള്ളൂ, നിങ്ങൾ ചിരിക്കൂല. അല്ലെങ്കിൽ എന്താ പറയുക? എൻ്റെ ഫാമിലി ഓർത്തഡോക്സ് ആണ്, പഴഞ്ചനാണ്, ഉമ്മ ഇപ്പൊക്കെ പഴഞ്ചനാണ് എന്ന പ്രിയപ്പെട്ട കൗമാരക്കാരെ, പ്രിയപ്പെട്ട സഹോദരികളെ, നിങ്ങൾ മനസ്സിൽ എഴുതി വെച്ചോ, നിങ്ങളുടെ ഉമ്മയും ഉപ്പയും പഴഞ്ചനല്ല, നിങ്ങളുടെ കുടുംബക്കാർ ഓർത്തഡോക്സ് അല്ല, ഈ നാട്ടിലെ വിശ്വാസിനികൾ ഒരിക്കലും പഴഞ്ചനല്ല. അള്ളാഹുവിൻ്റെ നിയമം, അള്ളാഹുവിൻ്റെ ഖുർആൻ, പ്രവാചകൻ പഠിപ്പിച്ചു തന്ന നിയമം, അതാണ് നിങ്ങളോട് പാലിക്കാൻ പറയുന്നത്, അതാണ് നിങ്ങളോട് ജീവിതത്തിൽ ചേർത്ത് വെക്കാൻ പറയുന്നത്. പക്ഷെ പുതിയ കാലത്തെ ജീവിത രീതികൾ കൊണ്ടും സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ റോൾ മോഡലാക്കുന്നത് ആരെയാ? വലിയ താരരാജാക്കന്മാരെയാണ്. ആ താരരാജാക്കന്മാരുടെ താഴികക്കുടമൊക്കെ എന്തായി? ഇപ്പോൾ തകർന്നു വീണില്ലേ? സ്റ്റാറ്റസ് വെച്ചവരുണ്ട്, അവരുടെ പാട്ട് റീൽസാക്കിയിട്ടവരുണ്ട്, അവരുടെ ഫോട്ടോ DP ആക്കിയിട്ടവരുണ്ട്, അവരെ ഫോട്ടോ ഷെയർ ചെയ്തവരുണ്ട്, അവരെ ഫോട്ടോയുടെ അവലോകനം നടത്തി തർക്കിച്ച ആളുകളുണ്ട്. ഇന്ന് എന്ത് പറ്റി അവർക്കൊക്കെ? അവരുടെയൊക്കെ വ്യവസായത്തിൽ, രഹസ്യ ജീവിതത്തിൽ ഇത്രമേൽ മോശവും മ്ലേച്ഛവുമായ രീതിയിലുള്ള ജീവിത രീതിയാണ് എന്ന് കാലം തെളിയിക്കുമ്പോൾ തിരിച്ചറിയണം. ഞാൻ പിന്തുടരേണ്ടത്, ഞാൻ ഫോളോ ചെയ്യേണ്ടത്, ഞാൻ ലൈക്ക് ചെയ്യേണ്ടത്, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ആരെയാണ്?
എൻ്റെ പ്രവാചകനെയാണ്, എൻ്റെ പ്രവാചകനെയാണ്. ആരാണ് എൻ്റെ പ്രവാചകൻ? ആരാണ് എൻ്റെ പ്രവാചകൻ? നീ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒന്ന് കണ്ടാൽ നീ അതിനെടുത്തു മാറ്റണം. നിനക്ക് നന്മയുണ്ട്. നിന്റെ ഉമ്മയുടെ കാലിൻ്റെ ചുവട്ടിലാണ് സ്വർഗം. ആ ഉമ്മയോട് നീ ലാ തകുല്ലഹുമാ ഉഫിൻ എന്ന ഒരു വാക്കുപോലും പറയരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ. അതാണ് നമ്മുടെ പ്രവാചകൻ. ആ പ്രവാചകനെയാണ് നമ്മൾ ലൈക്കും ഫോളോയും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യേണ്ടത്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ രീതികളൊക്കെ മാറിപ്പോയി. നമ്മുടെ ജീവിതത്തിൻ്റെ രീതികളൊക്കെ മാറിപ്പോയി. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് നൽകുന്ന സംരക്ഷണത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം എല്ലാ മേഖലയിലും പുരുഷനാണ് അവരുടെ സംരക്ഷണമുള്ളത് എന്നാണ്. എന്നാൽ ഈ സ്ത്രീകൾ ആക്രമിക്കപ്പെടാൻ വളരെയേറെ സാധ്യത കൂടുതലാണ് എന്ന് ഇസ്ലാം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനും പരിഹാരം ഇസ്ലാം തന്നെ പറഞ്ഞു തന്നു. എന്താ പരിഹാരം? ഉപദ്രവിക്കപ്പെടുന്ന സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ആളുകളോട് ഇസ്ലാമിൻ്റെ ആജ്ഞാപനം എന്താണെന്നറിയോ? ഒന്നാമത്തെ കൽപ്പന എന്താ അറിയോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്ത് മിനൻ നിസാ. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ, ഇവരെ ഭാഗം കഴിഞ്ഞു കേട്ടോ, ഇനി നിങ്ങളോടാ. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഷഹ്വാത്തുകളെ, ഷഹ്വത്തിനെ, നിങ്ങളുടെ വൈകാരിക തലങ്ങളെയൊക്കെ തട്ടുണർത്തുന്നതാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ. ഒരു സ്ത്രീയെ കാണുമ്പോൾ ഒരു കൗമാരക്കാരായ ഒരു യുവാവിന് ഒരു പക്ഷേ അവൻ്റെ വൈകാരിക തലങ്ങളെയൊക്കെ തൊട്ടുണർത്തും. എന്നാൽ അത്തരത്തിലുള്ള ചിന്തകളെയൊക്കെ നിങ്ങൾ നിയന്ത്രിക്കണം. ആ ചിന്തകൾ അവരെ ഉപദ്രവിക്കുന്നതിലേക്കോ അവരെ ആക്രമിക്കുന്ന തലങ്ങളിലേക്കോ എത്തരുത്. എന്നിട്ട് അല്ലാഹുവിൻ്റെ ഖുർആൻ ആദ്യം പറഞ്ഞൊരു വാക്കെന്താണെന്നറിയോ? ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സ്വാരിഹിം, യഗുല്ലൂ മിൻ അബ്സ്വാരിഹിം. നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തണം, നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തണം. നോട്ടം കൊണ്ടുപോലും ഒരു പെണ്ണിനെ നമ്മൾ ഉപദ്രവിക്കരുത്. നോട്ടം കൊണ്ടുപോലും ഒരു പെണ്ണിനെ ഉപദ്രവിക്കരുത് എന്നാ. ഇന്ന് അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, ചെറുപ്പക്കാരികൾ എത്രത്തോളം പ്രയാസം അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ. ഒരു വേള നമ്മൾ അവളെ സ്പർശിക്കുന്നുണ്ടാവില്ല, പക്ഷേ നമ്മുടെ നോട്ടം കൊണ്ട് നമ്മുടെ സഹോദരിയുടെ, നമ്മുടെ ഉമ്മയുടെ, പെങ്ങളുടെ മനസ്സിനുണ്ടാകുന്ന വേദന, ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ, ഒന്ന് യാത്ര ചെയ്യാൻ, പഠനത്തിന് വേണ്ടി ഒന്ന് ക്യാമ്പസിൽ കയറി ചെല്ലാൻ പോലും അവർക്ക് വലിയ പ്രയാസ. അള്ളാൻ്റെ ഖുർആൻ പറയാണ്, യഗുല്ലു മിൻ അബ്സ്വാരിഹിം, നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ താഴ്ത്തുക എന്ന. കളിയാക്കി നോക്കുന്നവരുണ്ട് അല്ലേ, കമൻ്റ് അടിക്കുക എന്നൊക്കെ പറയും നമ്മൾ. കളിയാക്കി നോക്കുക. ഒന്ന് നോക്കിയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യും? കാണിച്ചു കൊടുക്കും. ഞാൻ അങ്ങനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ പറയാം. എൻ്റെ മുമ്പിൽ കുറേ ചെറുപ്പക്കാരികളുണ്ട്, അങ്ങനെ തന്നെ എന്നോട് പറയാനും സൂചിപ്പിച്ചത് അങ്ങനെ തന്നെയാണ് അല്ലേ. ഒന്ന് നോക്കിയിട്ട് നമ്മൾ നമ്മുടെ കൂട്ടുകാരനെ കാണിച്ചു കൊടുത്തിട്ട് അവളെക്കുറിച്ച് വർണ്ണിക്കാനും കമൻ്റ് ഇടാനും പറയുന്ന ആളുകളുണ്ട്. എന്നാൽ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്, നിങ്ങളങ്ങനെ വീണ്ടും വീണ്ടും നോക്കുകയാണ് എങ്കിൽ നിങ്ങളവ സ്പർശിക്കുന്നു പോലും ഉണ്ടാവില്ല, പക്ഷേ അവളെ മാനസികമായി അത്രമേൽ നിങ്ങൾ ഉപദ്രവിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഈ സെരിഫ് ബസറക്, എടാ കണ്ണ് താഴ്ത്തടാ, കണ്ണ് താഴ്ത്ത്. അള്ളാഹുവിൻ്റെ ദീനിൽ ഇത്രമേൽ ധാർമ്മികതയെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നമ്മൾ പാലിക്കണ്ടേ? നമ്മൾ പാലിക്കണ്ടേ? പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ കാണുന്ന സോഷ്യൽ മീഡിയയുടെ ഇടപെടൽ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏതുവരെയെന്നറിയോ? 2ാം ക്ലാസ് അല്ലെങ്കിൽ 2 വയസ്സ് 3 വയസ്സൊക്കെ ആയ കുട്ടികളുടെ കയ്യിൽ നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കും. എന്താ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ആ കുട്ടി കാണുന്ന ഒരു വീഡിയോ, സ്വാഭാവികമായും ചെറുപ്പം മുതലേ ആ കുട്ടിക്ക് കിട്ടുന്ന ഒരറിവ് എന്താണെന്നറിയോ? ആ കുട്ടി ഒരു വീഡിയോ കാണുന്നു, അതിലൊരു ഭാര്യയും ഭർത്താവും ഉണ്ട്. പിറ്റേ ദിവസവും കുട്ടി മൊബൈൽ കാണുമ്പോൾ ഇതേ മനുഷ്യൻ വേറെ ഒരു സ്ത്രീയുമായി ഭർത്താവായി അഭിനയിക്കുന്നു. അഭിനയമാണെന്ന് 2 വയസ്സുള്ള കുട്ടിക്ക് ബോധ്യമുണ്ടോ? ഇല്ല. കുട്ടിക്ക് എന്താ മനസ്സിലായത്? ഒരാൾക്ക് ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാം, ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാം.
2 വയസ്സ് 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് നൽകിയ അറിവ് അവളൊരു കൗമാരക്കാരിയായി അവനൊരു കൗമാരക്കാരനായി ക്യാമ്പസുകളിലേക്ക് ചെല്ലുമ്പോൾ അവനെ കാത്തിരിക്കുന്ന മുദ്രാവാക്യം എന്താണെന്നറിയോ? മതം വേണ്ട, മതം വേണ്ട, നിനക്ക് നിൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാം. അതല്ലെങ്കിലോ മതം മാറുന്നില്ല, മനുഷ്യൻ മാറുന്നു. 6-ാം നൂറ്റാണ്ടിലേതാണ് മതം. മനുഷ്യൻ ഇന്ന് എത്രയോ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. മതം ഇതുവരെ മാറിയിട്ടില്ല, പഴഞ്ചനാണ്, 6-ാം നൂറ്റാണ്ടിലേതാണ് എന്ന് പറഞ്ഞ മുദ്രാവാക്യങ്ങളുമായി അവരെ കാത്തിരിക്കുന്ന കുറേ പുരോഗമന ചിന്താഗതിക്കാരുണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ രക്ഷിക്കണം, നമ്മുടെ മക്കളെ നമ്മൾ കാത്തുരക്ഷിക്കണം, അവർക്ക് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ ഇസ്ലാം നമ്മളോട് പറഞ്ഞു, ധാർമ്മികതയുടെ വിഷയത്തിൽ ഒന്നാമത്, നിങ്ങൾ ഒരു സ്ത്രീയെ വീണ്ടും വീണ്ടും നോക്കി നിൽക്കരുത്. നിങ്ങളുടെ കണ്ണുകൾക്ക് നിങ്ങൾ മറയിടണം. കണ്ണ് കാണാത്തൊരു സ്വഹാബിയുണ്ട്, അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം. റസൂലുള്ളാഹിൻ്റെ സന്നിധിയിലേക്ക് ഇങ്ങനെ നടന്നു വന്നു. റസൂലുള്ളാഹിൻ്റെ 2 ഭാര്യമാരുണ്ട് കൂടെ, അവരവിടെ തന്നെ നിൽക്കുക. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ അകത്തേക്ക് പോകണം. അപ്പോൾ അവർ പറഞ്ഞു, എന്ത്? അദ്ദേഹത്തിന് കണ്ണ് കാണൂലല്ലോ. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? നിങ്ങൾക്ക് കണ്ണ് കാണാമല്ലോ, നിങ്ങൾക്ക് കണ്ണ് കാണാമല്ലോ. ആൺകുട്ടികളോട് പറഞ്ഞതുപോലെ തന്നെ പെൺകുട്ടികളോടും പറയുന്നു. പുതിയ ചിന്തയും പുതിയ ജീവിത രീതിയുമൊക്കെ ഉൾക്കൊള്ളുന്ന പുതിയ തലമുറയാണ്. നമ്മുടെ അരികിലേക്ക് വരുന്ന ചിന്തകളും ആശയങ്ങളും പഴയതുപോലെയുള്ളതല്ല. വളരെ പെട്ടെന്ന് കുട്ടികളതിലേക്ക് ആകർഷിച്ചു പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകൾക്ക് കൃത്യമായ മൂടുപടം നമുക്ക് ധരിക്കാൻ കഴിയണം. ഒരിക്കൽ പോലും നമുക്ക് അർഹമായ അല്ലെങ്കിൽ നമുക്ക് അനുവദിക്കപ്പെടാത്ത ഒരു സ്ത്രീയെ നമ്മൾ സ്പർശിക്കരുത്, സ്പർശിക്കരുത്. ഇതിലേറ്റവും വലിയൊരു വിഷയം എന്താണെന്നറിയോ? അനുവാദമില്ലാതെ അല്ലെങ്കിൽ നമുക്ക് സ്പർശിക്കാൻ അനുവാദമില്ലാത്തവരെ സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ പ്രവാചകൻ പറഞ്ഞതെന്നറിയോ? വൽ യദ്, വൽ യദ്, കൈ കൊണ്ട്, തസിനി വസിനാഹ അൽ ബത്ഷ്, സ്പർശിച്ച കുറ്റമല്ല കിട്ടുക, വ്യഭിചരിച്ച കുറ്റമാണ് കിട്ടുക. കൈ കൊണ്ടൊരു വ്യഭിചാരമുണ്ട്. വസിനാഹൽ ബത്ഷ, എത്ര വലിയ ഗൗരവമെന്നറിയോ? ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ നിന്ന് റീൽസ് ഇട്ടിട്ടില്ലെങ്കിൽ പ്രയാസമാണ്. എന്നിട്ടെന്താ വന്ന് പറയാ അറിയോ? ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സാണ്, ഞങ്ങൾ കസിൻസാണ്. ഇതൊക്കെ പുതിയ വാക്കുകളാണ്. പിന്നെ ഒന്നുകൂടി ഉണ്ടല്ലോ അല്ലേ, ബെസ്റ്റിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എനിക്കർഹമായ അനുവാദമില്ലാത്ത ഒരു പെണ്ണിനെ ഞാൻ സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വ്യഭിചാരത്തിൻ്റെ കുറ്റാണ് എന്നാ. പക്ഷെ അതുപോലും വാദിക്കുന്നവരുണ്ട്. എന്താ ഞാനെന്ന് തൊട്ടാൽ, എന്താ ഞങ്ങളൊന്ന് ഒരുമിച്ച് പോയാൽ, എന്താ ഞങ്ങളൊന്ന് ഒരുമിച്ചിരുന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുവോ എന്ന് ചോദിക്കുന്ന തലമുറയാണ്. എന്നാൽ നിങ്ങൾ മനസ്സിൽ എഴുതി വെച്ചോ പ്രിയമുള്ളവരെ, അൽ യദ്, നിങ്ങളുടെ കൈ കൊണ്ട്, തസിനി, ഒരു വ്യഭിചാരമുണ്ട്, വസിനാഹൽ ബത്ഷ, അള്ളാഹിന്റെ പ്രവാചകൻ പറയാ വ്യഭിചരിച്ച കുറ്റമാണ് കിട്ടുക, വ്യഭിചരിച്ച കുറ്റം. എന്താ കൈ കൊടുത്താലും എന്നാ, ഇപ്പൊ കൈയൊക്കെ പോയി, എന്താ ഹഗ് ചെയ്താലും എന്നാ, കെട്ടിപ്പിടിച്ചാൽ എന്താന്നാ, എന്താ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ കൂട്ടുകാരല്ലേ എന്നാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എവിടുന്നാണ് ഈ സംസ്കാരം വന്നത്? നമ്മൾ ആദ്യമേ പറഞ്ഞു വെച്ച റോൾ മോഡലുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി സാന്ദർഭികമായി പഠിപ്പിച്ച ഒരു സംഭവമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വെച്ചത്. കണ്ണ് കാണാത്ത ഉമ്മു മക്തൂം വന്നപ്പോൾ നിങ്ങൾക്ക് കണ്ണ് കാണില്ലേ എന്ന് ചോദിച്ച ചോദ്യം ആലോചിക്കണം പ്രിയമുള്ളവരെ. നമ്മൾ റോൾ മോഡലാക്കേണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാർമ്മികതയുടെ വിഷയത്തിൽ ഇത്രമേൽ മനോഹരമായ ഒരു അധ്യാപനം നടത്തിയിട്ട് നമ്മുടെ മനസ്സിലേക്ക് അത് ഇറങ്ങിയിട്ടുണ്ടോ? അന്യപുരുഷൻ്റെ കൂടെയുള്ളത്, നമ്മുടെ ഇരുത്തം, നമ്മുടെ നോട്ടം, നമ്മുടെ സ്പർശനം, അത് അത്രമേൽ പ്രയാസവും കുറ്റകരവുമാണ് എന്ന്. ഇനി വേറൊരു വിഭാഗം ആളുകളുണ്ട്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞ സബുൽ മൂബിഖാത്തില. എന്താ അത്? 7 വൻപാപങ്ങൾ, 7 വൻപാപങ്ങൾ. അതിൽ 7ാമതായി അള്ളാഹിൻ്റെ പ്രവാചകൻ പറഞ്ഞത്
വകദഫൽ മുഹ്സിനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത്. നല്ലവരായ സ്ത്രീകളെക്കുറിച്ച് ഇല്ലാത്ത അപവാദം പറഞ്ഞുണ്ടാക്കുക. റോട്ടിലൂടെ ഒരു സ്ത്രീ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഓളിങ്ങനെ ഇരുന്നു, ഒരു ഫോട്ടോ കാണുമ്പോഴത്തേക്ക് ഇത് നമ്മളെ നാട്ടിലത്തെ ഒരു സ്ത്രീയെ പോലുണ്ട്, ഓളിപ്പം ഇങ്ങനത്തെ ആളാ. ഇങ്ങനെ നല്ലവരായ സ്ത്രീകളെക്കുറിച്ച് അപവാദം, മോശമായ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക. നമ്മൾ ആലോചിച്ച് നോക്ക്, 7 വൻപാപങ്ങൾ റസൂലുള്ള എണ്ണിപ്പറഞ്ഞൊരു വിഷയമാണിത്. എന്താ വൻപാപം എന്ന് പറഞ്ഞാൽ? നമ്മുടെ നമസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ അങ്ങനെയുള്ള അമല് കൊണ്ടോ അള്ളാഹു പൊറുക്കാത്ത പാപമാണെന്ന്. ചെറിയ കാര്യമല്ല. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, എന്താണ് ഈ പുതിയ കാലത്ത് ഒന്ന് മിണ്ടിയാലും ഒന്ന് തൊട്ടാലും ഒന്ന് ഒരുമിച്ച് പോയാലുമൊക്കെ ഇത്ര വലിയ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കേണ്ടത് അള്ളാഹുവിൻ്റെ കിതാബും പ്രവാചകന്റെ ചര്യയും അനുസരിച്ചാണെങ്കിൽ ആ പ്രവാചകന്റെ ചര്യയിലോ അള്ളാഹുവിൻ്റെ കിതാബിലോ ഇത്രമേൽ മോശമായ കാര്യങ്ങളെ വളരെ വ്യക്തമായി ശാസന നൽകിയ വിഷയങ്ങളാണ്. നമ്മൾ അതിനെ കണ്ടില്ല എന്നടിക്കരുത്. ഞാൻ നിങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വിചാരണക്ക് നിൽക്കേണ്ടവരല്ലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ച ജീവിതം അള്ളാഹുവിന് മുമ്പിൽ പരസ്യമാക്കില്ല എന്ന്? എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ആ ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾ എൻ്റെ അരികിലേക്ക് വന്നാൽ നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും ഞാൻ പരസ്യമാക്കും. നിങ്ങൾക്ക് സംസാരിക്കാൻ പോലും കഴിയാതെ നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ നിങ്ങൾക്ക് സാക്ഷി പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. എന്തൊക്കെയുണ്ട്? ഉമ്മയോട് കളവ് പറഞ്ഞ് നേരത്തെ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് തൻ്റെ കൂടെയുള്ളവനോടൊപ്പം പോയി ഇരുന്നവരും യാത്ര ചെയ്തവരുമുണ്ട്. ആരും കാണില്ല എന്ന് വിചാരിച്ച് അവൻ്റെ കയ്യും പിടിച്ച് നടന്നവരുണ്ട്. ആരും കേൾക്കില്ല എന്നും അറിയില്ല എന്ന് വിചാരിച്ച് രാത്രിയിൽ പോലും ഉറങ്ങാതിരുന്ന് ചാറ്റ് ചെയ്തവരുണ്ട്. ആരെയാ കബളിപ്പിക്കുന്നത്? അള്ളാനെയോ? ഈ പറഞ്ഞതും ഈ നടന്നതും ഈ പിടിച്ചതും ഈ ചാറ്റ് ചെയ്തതും എല്ലാം തന്നെ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാന്റെ കോടതിയിൽ നമ്മൾ ആരൊക്കെയാണോ കാണരുത് എന്ന് വിചാരിച്ച ആ ആളുകളുടെ എല്ലാവരുടെയും മുമ്പിൽ പ്രിയമുള്ളവരെ അല്ലാഹ് പരസ്യമാക്കും. അതിലേറെ വലിയ ഒരു മാനക്കേട് നമുക്ക് വരാനില്ല. ഒരു സമയം പോലും നമുക്ക് നീട്ടാനില്ല. റബ്ബന, ഖുർആൻ ഒരു പ്രാർത്ഥനയാണല്ലോ. റബ്ബന, രക്ഷിതാവേ, അബ്സുർന, ഞങ്ങളിത് കണ്ടു, വസമിഅന, ഞങ്ങൾ കേട്ടു, ഫർജിഅന നഅമൽ സ്വാലിഹൻ, ഞങ്ങൾ നല്ലത് ചെയ്തോളാം പടച്ചോനെ, ഒന്ന് മടക്കി തരുമോ? അള്ളാന്റെ ഖുർആനിൽ നാളെ പരലോകത്ത് വന്ന് ഖേദം പറയുന്നവരുടെ പ്രാർത്ഥനയാണ്. ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വിശ്വാസ വൈകല്യങ്ങളിൽ നിന്നും ധാർമ്മികമായ ജീവിതത്തിൽ അധാർമികതകളില്ലാതെ വളരെ മാന്യമായ ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിയണം. മൂന്നാമത്തെ ഭാഗം, ഒരു സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മൾ പറഞ്ഞു. ആ സ്ത്രീ ആക്രമിക്കപ്പെടുന്ന ആളുകളോടുള്ള ഉപദേശങ്ങൾ പറഞ്ഞു. മൂന്നാമത്തെ ഭാഗം ഇസ്ലാം പറഞ്ഞത് സ്ത്രീകളോടാണ്, പെൺകുട്ടികളോടാണ്. അവർ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാമത്തെ വിഷയം അവരുടെ വസ്ത്രധാരണം തന്നെയാണ്. അത് ഖുർആനിൻ്റെ കൽപ്പനയാണ്. ഖുർആനിൽ മുഖം മക്കനിടാനൊന്നുമില്ല എന്നൊക്കെ ടി വിയിൽ ഇങ്ങനെ വന്നിരുന്ന് പുരോഗമനം പറയുന്ന ആൾക്കാരുണ്ടല്ലോ. പറഞ്ഞ് കേൾപ്പിക്കണം നമ്മളവരെ. പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞു കേൾപ്പിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പന, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മറക്കപ്പെടേണ്ട ഭാഗങ്ങളെല്ലാം മറക്കപ്പെടണം. മുഖവും മുൻകൈയും, ബാക്കി നിങ്ങൾ മറച്ചിരിക്കണം. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, വലയദ്രിബിന ബിഹുംരിഹിന്ന അലാ ജുനൂബിഹിന്ന. എത്ര വ്യക്തമാണെന്നറിയോ? നിങ്ങളുടെ മുഖം മക്കനെ നിങ്ങളുടെ മാറിലൂടെ നിങ്ങൾ ഇറക്കിയിടണം.
മുഖമ്മക്കന നിങ്ങളുടെ മാറിലൂടെ ഇറക്കിയിടണം. ഇന്ന് മുഖമ്മക്കൻ ഇടുന്നത് ഖുർആൻ സുന്നത്ത് നോക്കിയിട്ടൊന്നല്ല, ഇൻസ്റ്റയിലെ പേജ് നോക്കിയിട്ടാണ്. ഏതൊക്കെ മോഡൽ വരുന്നുണ്ടോ ആ രൂപത്തിലൊക്കെയാണ് മുഖമ്മക്കൻ ഇടുന്നത്. പ്രിയമുള്ളവരെ, അള്ളാഹിൻ്റെ ഖുർആനിൻ്റെ കൽപ്പന, സഹോദരിമാരെ, ഉമ്മമാരെ, പ്രിയപ്പെട്ട അനുജത്തിമാരെ, നിങ്ങളുടെ മുഖമ്മക്കന നിങ്ങളുടെ ആദർശമാകണം. നിങ്ങളുടെ മുഖമ്മക്കന നിങ്ങളുടെ അഭിമാനമാകണം. നിങ്ങളുടെ മുഖമ്മക്കന നിങ്ങൾക്ക് സംരക്ഷണമാകണം. അതാരുടെയും മുമ്പിൽ അഴിച്ചു കാണിക്കാനോ ആർക്കും കാണാവുന്ന വിധത്തിൽ എൻ്റെ ശരീരത്തെ പ്രദർശിപ്പിക്കാനോ ഉള്ള ഒന്നല്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ ഉത്ബോധിപ്പിച്ച കാര്യം എന്താ? നിങ്ങളുടെ മുഖമ്മക്കന നിങ്ങൾക്കങ്ങനെ ആവശ്യമില്ലാത്തവരുടെ മുമ്പിൽ ആവശ്യത്തിനനുസരിച്ച് ഉടുത്തും മാറ്റിയും കളിക്കേണ്ട ഒന്നല്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, അതിൽ ഒന്നാമത്തെ കാര്യം എന്താ? അത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാ. മാന്യമായി ഇസ്ലാമിക വസ്ത്രമണിഞ്ഞു പോകുന്ന ഒരു സ്ത്രീയെ കണ്ടാൽ ഏതൊരു പുരുഷനും അവിടുന്ന് വഴിമാറി നിൽക്കും, അവൾക്ക് വഴിമാറി കൊടുക്കും. നിങ്ങളെ തിരിച്ചറിഞ്ഞു. രണ്ടാമത്തത് ഫലായുദൈന, നിങ്ങൾ ആക്രമിക്കപ്പെടാതിരിക്കാൻ. ഇന്നിങ്ങനെ നമ്മൾ കേൾക്കുന്ന സിനിമാ ലോകത്തെ വാർത്തകൾ, പല ആളുകളുടെയും അഭിമുഖങ്ങൾ ഇങ്ങനെ കേൾക്കുക. പഴയ കാലത്തെ ഒരു അഭിനേത്രി വന്ന് പറഞ്ഞു, ഈ പ്രശ്നങ്ങളൊക്കെ തീരാൻ പുതിയ കാലത്തെ നടിമാർ അവരുടെ വസ്ത്രത്തിൻ്റെ ഇറക്കം കുറച്ച് കൂട്ടിയാൽ പ്രശ്നം തീരും. എന്നിട്ട് ഇവരാണ് നമ്മളോട് വന്നിട്ട് നിങ്ങൾ പഴഞ്ചന്മാരാണ് എന്ന് പറയുന്നത്. ആരാണ് പഴഞ്ചന്മാർ? 6-ാം നൂറ്റാണ്ടിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ജനത, ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പോലും അവകാശം കൊടുക്കാതിരുന്ന, സ്വത്തിന് അവകാശമില്ലാത്ത, ഒരു സ്ത്രീ എന്ന പദവി പോലും നൽകാതിരുന്ന ഒരു കാലത്ത് എൻ്റെ മകൾ എനിക്ക് ജനിച്ചതൊരു പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ മാനക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാതെ അവളെ ജീവനോടെ കുഴിച്ചു മൂടാൻ തയ്യാറായിരുന്ന ഒരു സമൂഹത്തെയാണ് അവൾക്ക് ജീവിക്കാൻ, വസ്ത്രം ധരിക്കാൻ, അവൾക്ക് സ്വത്തിന്, അവൾക്ക് ജീവിക്കാൻ എല്ലാ തലങ്ങളിലും അവകാശം നേടിക്കൊടുത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവുമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ മക്കയിലേക്ക് കടന്നു വന്നത്. അവിടെ മുതൽ ഈ സ്ത്രീ എന്ന് പറയുന്ന പവിത്രയായ ഒരു പെണ്ണിന് ഇസ്ലാം എല്ലാവിധ സംരക്ഷണവും നൽകിയിട്ടുണ്ട്. എല്ലാ സംരക്ഷണവും നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കാലത്തുള്ള അതേ ദീന് തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത്. ആ പഴഞ്ചൻ ചിന്തകളുമായി ഇന്ന് ഈ കാലത്ത് കൊണ്ടുവന്നിട്ടിട്ട് ഇതാണ് പുരോഗമനം എന്ന് പറയുമ്പോൾ നിങ്ങളാണ് പഴഞ്ചൻ ആളുകളെന്ന് വളരെ കൃത്യമായി ഈ വിശ്വാസികൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മുഖം മക്കന എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ്. അത് ഇസ്ലാം പറഞ്ഞ പ്രകാരം തന്നെ ധരിക്കാൻ നമുക്ക് കഴിയണം, അല്ലേ? പണ്ടത്തെ മാപ്പിളപ്പാട്ടിൽ എഴുതി വെച്ചൊരു വരിയുണ്ട്, ജമാലിയത്തുള്ള മോറും ജതുബളഗണ രണ്ടു മാറും സിൽസലാകും അവൾ നടന്നു വരുന്ന ആ ജോറും കണ്ടാൽ ജന്നത്തുൽ ഫിർദൗസിലെ ഹുറുലീങ്ങൾ വഴിമാറും. അർത്ഥവത്താണ്. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ ജീവിതത്തിലെ ഒരു കൗമാരക്കാരായ ഒരു പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന എന്ത് വിഷയത്തിനായിരിക്കും? അവളുടെ സൗന്ദര്യത്തിനും പ്രദർശനത്തിനും അല്ലേ? ഇന്ന് പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ ഇന്ന് പോയിട്ട് വായിക്കേണ്ട ഒരായത്ത് 33-ാം അധ്യായം സൂറ അഹ്സാബിലെ 33-ാമത്തെ ആയത്ത് നിങ്ങൾ വായിക്കണം. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തുൽ ഊലാ. ജാഹിലിയത്തിലെ സ്ത്രീകളെ പോലെ നിങ്ങൾ കെട്ടി ഒരുങ്ങി ആളുകളുടെ മുമ്പിൽ പ്രദർശന വസ്തുവായി നിൽക്കരുത്. നിങ്ങൾ ചമഞ്ഞൊരുങ്ങി നിൽക്കേണ്ട ഒരു വേള നിങ്ങളുടെ ഭർത്താവിൻ്റെ മുൻപിലാണ്. ആളുകളുടെ മുൻപിൽ ഒരു പ്രദർശന വസ്തുവായിട്ട് നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ലോകത്ത് ഒരു വാണിജ്യ ചരക്കായി സ്ത്രീയെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് യാഥാർത്ഥ്യം.
നിങ്ങൾ ഒരു 10 പരസ്യ ബോർഡുകൾ എടുത്തോ, അതിലെത്ര പുരുഷന്മാരുണ്ടാവും? ഒരു 10 പരസ്യത്തിൻ്റെ ക്ലിപ്പിങ്ങുകൾ എടുത്തോ, വീഡിയോ എടുത്തോ, എത്ര പുരുഷന്മാരുണ്ടാകും? ഈ ലോകത്ത് വാണിജ്യ ചരക്കായി നിങ്ങളുടെ വസ്ത്രത്തെ മാറ്റി അർദ്ധനഗ്നയായി ആളുകളുടെ മുമ്പിൽ സൗന്ദര്യം പ്രദർശിപ്പിച്ചാൽ മാത്രമേ ഇവിടെ ഇന്ന് വാണിജ്യം നടക്കുന്നുള്ളൂ. ഇത് ബോധ്യപ്പെടേണ്ടതാരാ? നമ്മളാണ്. എൻ്റെ ശരീരത്തെ ഒരാളുടെ മുൻപിൽ ആസ്വാദനത്തിന് വേണ്ടി പ്രദർശിപ്പിക്കേണ്ട ഒന്നല്ല. അതിനപ്പുറത്ത് എനിക്ക് അഭിമാനമുണ്ട്, എനിക്ക് ആദർശമുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്. ആ ആദർശവും വിശ്വാസവും അനുസരിച്ച് മാത്രമായിരിക്കും ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന നിലപാട് സ്വീകരിക്കേണ്ടത് എൻ്റെ ഉമ്മമാരും സഹോദരിമാരും അനുജത്തിമാരുമാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ 2 സ്ത്രീകളെക്കുറിച്ച് ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും മാതൃകയാണെന്ന് പറഞ്ഞത്? ആസിയ ബീവിയും മറിയം ബീവിയും ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും മാതൃകയാണെന്നാ. ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽ പോലും ഇസ്ലാമികമായ വിശ്വാസത്തെ കൈവിടാതെ, ആദർശത്തെ കൈവിടാതെ ഫിർഔൻ എന്ന് പറയുന്ന അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ നിന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ആസിയ ബീവി. ഉമ്മു കുൽസൂം ബിൻ ഉഖ്ബ എന്ന് പറയുന്നൊരു സഹാബി വനിത ഉണ്ട്. ഉമ്മു കുൽസൂം ബിൻ ഉഖ്ബ. എൻ്റെ പ്രിയപ്പെട്ട കൗമാരക്കാരികളായ അനുജത്തിമാർ വായിക്കണം ആ ചരിത്രം. ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത്ത് എന്ന് പറയുന്ന മനുഷ്യൻ്റെ മകളാണ്. ആരാണ് ഉഖ്ബത്തിന് അബീ മുഅയ്ത്ത് എന്ന് മനസ്സിലാക്കാൻ ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. റസൂൽ നമസ്കരിക്കുന്ന വേളയിൽ റസൂലുള്ളാഹിൻ്റെ ശരീരത്തിൽ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുവന്നിട്ട മനുഷ്യനാണ് ഉഖ്ബത്തിന് അബീ മുഅയ്ത്ത്. പ്രവാചകൻ അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ പ്രവാചകൻ്റെ പിറകെ നടന്ന് പ്രവാചകനെ മോശമായ രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ച് പരിഹസിച്ചിരുന്ന മനുഷ്യൻ, അഥവാ ഇസ്ലാമിനെയും പ്രവാചകനെയും അത്രമേൽ കടുത്ത രീതിയിൽ വിമർശിച്ചിരുന്ന, എതിർത്തിരുന്ന മനുഷ്യൻ. ആ വീട്ടിൽ നിന്നാണ് തൗഹീദിൻ്റെ സൂര്യോദയം ഉണ്ടാകുന്നത്. തൗഹീദിൻ്റെ സൂര്യോദയം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൾ ഉമ്മു കുൽസൂം ബിൻ ഉഖ്ബ പ്രവാചകൻ്റെ അരികിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചു. പ്രവാചകനെ തന്നെ ദ്രോഹിക്കുന്ന ഈ ഉപ്പയുടെ മകൾ ഇസ്ലാം സ്വീകരിച്ചെന്നറിഞ്ഞാൽ എത്രമേൽ പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും. മുറിയിൽ പൂട്ടിയിട്ടു. റസൂലുള്ളാഹി ഹിജ്റ പോയി. ഇനി മക്കയിൽ തനിക്ക് സംരക്ഷണം നൽകാൻ ആരുമില്ല. പക്ഷേ ആ സ്ത്രീ മദീനയിലേക്ക് ഹിജ്റ പോയി എന്ന് മാത്രമല്ല, അന്ന് ഹുദൈബിയ സന്ധി എന്നൊരു കരാറുണ്ട്. എന്താ കരാർ? മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിൽ വന്നാൽ അവരെ തിരിച്ചയക്കണം. പക്ഷെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നാലോ തിരിച്ചയക്കൂല. ഈ സ്ത്രീ മദീനയിലെത്തി. കൂടെ 2 സഹോദരങ്ങളും പിന്നാലെ എത്തി. 2 അനുജന്മാർ. പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, താങ്കൾ കരാറ് പാലിക്കുന്ന ആളാണ്. നമ്മുടെ കരാർ എന്താ? മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിൽ വന്നാൽ അവരെ തിരിച്ചയക്കണം എന്നാണ് കരാർ. നിങ്ങൾ ഞങ്ങളുടെ സഹോദരിയെ തിരിച്ചയക്കണം. ഉമ്മു കുൽസൂം ബിൻ ഉഖ്ബ പ്രവാചകനോട് പറഞ്ഞു, അള്ളാഹിൻ്റെ പ്രവാചകരെ, എൻ്റെ ഉപ്പയും സഹോദരങ്ങളും ഈ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ അങ്ങേയറ്റം പ്രയാസങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരെന്നെ ആക്രമിക്കാനാണ് വിളിക്കുന്നത്, എന്നെ മർദ്ദിക്കാനാണ് വിളിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മുമ്പിൽ ഉമ്മു കുൽസൂം ബിൻ ഉഖ്ബ തൻ്റെ എല്ലാവിധ വേദനകളും യാതനകളും അവതരിപ്പിച്ചു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു എന്ത് തീരുമാനിക്കണമെന്ന്. അള്ളാഹ് ആ സ്ത്രീയെക്കുറിച്ച് ഖുർആനിൽ ആയത്തിറക്കി. അള്ളാഹുവിൻ്റെ ദീന് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഉമ്മു കുൽസൂം നിന്റെ അരികിൽ വന്നിട്ടുള്ളത് എങ്കിൽ അവൾക്ക് നീ അഭയം നൽകണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന. പ്രിയമുള്ള അനുജത്തിമാരെ, നമുക്ക് മാതൃകയാണ്. നിങ്ങളുടെ മുമ്പിൽ കുറേ പ്രതിസന്ധികളുണ്ടാകും. കുറേ ആശയങ്ങൾ പറഞ്ഞ് നീ ഇപ്പോഴും ഇങ്ങനെയാണോ വസ്ത്രം ധരിക്കുന്നത്, നീ ഇങ്ങനെയാണോ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാനും കേൾപ്പിക്കാനും കുറേ ആളുകൾ നിങ്ങളുടെ മുൻപിലുണ്ടാകും. പക്ഷേ എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട്
നിങ്ങൾ ജീവിക്കണം. വിശ്വാസം മുറുകെ പിടിച്ച് നമ്മൾ ജീവിക്കണം. അതിനൊരു കോട്ടവും വരാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തുരക്ഷിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ധാർമ്മിക രംഗത്ത് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞത്, വിശിഷ്യ സ്ത്രീകളോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നിങ്ങളുടെ വസ്ത്രമാണ്. ഈ വസ്ത്രത്തിൻ്റെ പേരിലാണ് ഇന്ന് അധികമേറും തിന്മകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഭാഗം നമുക്ക് ഇന്ന് കാണാം. സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള മിംഗ്ലിംഗ് ആണ്. ഒരുമിച്ചിരിക്കുക, കൂട്ടുകാരന്മാരും കൂട്ടുകാരികളൊക്കെ ഒരുമിച്ചിരിക്കുക, അല്ലേ, ഒരുമിച്ച് ആടുക, പാടുക. നമ്മളങ്ങനെ പണ്ട് പറയാം, ആടുക പാടുക. ഇന്ന് പുതിയ രൂപത്തിൽ റീൽസ് അതിങ്ങനെ ഗ്രൂപ്പിൽ. കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ അടിയുണ്ടായി. +1 +2 കുട്ടികൾ അടിയുണ്ടായി. എന്താ കാരണം അന്വേഷിച്ചപ്പോൾ എന്താണെന്നറിയോ? +1 പുതിയ വന്ന കുട്ടികൾ അവർ ഇൻസ്റ്റാ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ +2 അവരെ സീനിയറായ ആളുകളെ കുറിച്ച് എന്തോ പറഞ്ഞു അത്രേ. ഇതാണ് കാരണം. അതിനു വേണ്ടി അടിയുണ്ടായി. 2-3 കുട്ടികൾ ഹോസ്പിറ്റലിലായി, കേസായി. പിന്നെ ഒരു കടിയുണ്ടായ കാരണം എന്താണെന്നറിയോ? മറ്റോ സ്കൂട്ടറുമ്പോൾ പോയപ്പോൾ ഓല മുമ്പിൽ നിന്ന് എന്തോ ഒന്ന് കുലുങ്ങിത്രേ. അതിനവൻ്റെ സ്കൂട്ടർ അടിച്ചു പൊളിച്ചു. ഞാൻ പറയാൻ എന്താ അറിയോ? പുതിയ തലമുറയുടെ ചിന്താരീതികളാണ്. അക്രമം അല്ലേ, അത് തൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക. അക്രമം അതാണല്ലോ പുതിയ കാലത്തും പറയണത്, അല്ലേ? വഴി തെറ്റാനുമുണ്ട് അവകാശം, കാട്ടു തോന്നിയാസം. ഇത് പാട്ടാണ്. ബാക്കി ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞ ബാക്കി നിങ്ങൾ പാടും. ഇല്ലുമിനാറ്റി, അല്ലേ? വഴി തെറ്റാനുമുണ്ട് അവകാശം, കാട്ടു തോന്നിയാസം. ഇത് പാട്ടാണ്. ഇത് പാടി നടക്കുക മക്കള്. ഇപ്പം എന്താണെന്നറിയോ? റൗഡിസം, ഹീറോയിസം, അതാണ് ജീവിതം എന്നാ. ആരെ കണ്ടാലും 4 ചീത്ത പറയുക, അനാവശ്യ വാക്കുകൾ പറയുക, മോശമായ കാര്യങ്ങൾ ചെയ്യുക. ഇതാണെന്ത്? ആളുകളുടെ മുമ്പിൽ ഞാനൊരാളാണ്, വലിയ ആളാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യം. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളെ കൂടിയതേ അള്ളാഹിൻ്റെ പ്രവാചകൻ റൗഡിസം കാണിച്ചിട്ടല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, പ്രവാചകരെ നിങ്ങളുടെ കൂടെ ആളുകൾ വരാനുള്ള കാരണം എന്താ? നിങ്ങളുടെ സ്വഭാവമായിരുന്നു. മുറിവേറ്റവൻ്റെ കൂടെ, വേദന അനുഭവിക്കുന്നവൻ്റെ കൂടെ, പ്രയാസം അനുഭവിക്കുന്നവൻ്റെ കൂടെ, വിധവയുടെ കൂടെ, കുട്ടികളുടെ കൂടെ, യാതനയും കഷ്ടപ്പാടും ദുരിതവും പട്ടിണിയും അനുഭവിക്കുന്നവരുടെ കൂടെ അള്ളാഹിൻ്റെ പ്രവാചകനുണ്ടായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കൂടെ ആളുകളുണ്ടായിരുന്നു. ആ പ്രവാചകനാണ് നമ്മുടെ ഹീറോ. ആ പ്രവാചകനാണ് നമ്മുടെ റോൾ മോഡൽ. ആ പ്രവാചകൻ്റെ ജീവിതമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അല്ലാത്തതൊക്കെ നമ്മൾ തള്ളിക്കളയണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഒരുമിച്ചിരിക്കുക എന്നാണ്. പ്രവാചകൻ തന്നെ പറഞ്ഞു, ലാ യഖുലൂന റജുലൻ ബിഇംറഅത്തിൻ ഇല്ലാ വമഅഹ ദൂ മഹ്റം. ഒരു മഹ്റമില്ലാതെ ഒരു സ്ത്രീ തനിച്ചാവരുത്. അങ്ങനെ തനിച്ചായാലോ ഫഇന്ന സാലിസഹുമാ അശ്ശൈത്വാൻ. മൂന്നാമതായിട്ട് ആരുണ്ടാവും? ശൈത്താൻ ഉണ്ടാകുന്നു. നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ചെറുപ്പക്കാർ ഒരു വേള അവൻ ലഹരിയുടെ അടിമയായിരിക്കാം, അവൻ മദ്യപിച്ചവനായിരിക്കാം. അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് പോലും നിങ്ങൾക്കറിയില്ല. അതാണല്ലോ നമ്മൾ ഇന്ന് കേട്ടത്. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ എന്നെ ഞങ്ങളെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു, ഞങ്ങൾക്ക് വെള്ളം തന്നു, ഞങ്ങളോട് സംസാരിച്ചു. അതിനിടയിൽ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടു. അവർ തനിച്ചായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നിങ്ങൾ പഴഞ്ചനെന്ന് വിളിക്കുന്ന ആ കാലഘട്ടത്തിലെ ആളുകളുടെ മുമ്പിൽ എന്താണ് ജീവിത രീതി എന്ന് ഇത്രമേൽ വ്യക്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. അതേ ജീവിതമാണ് പ്രിയമുള്ള കൗമാരക്കാരെ, ഉമ്മമാരെ, സഹോദരന്മാരെ നമ്മളും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പം നമ്മളിങ്ങനെ കേൾക്കുന്ന ഏറ്റുപറച്ചിലുകളും നമ്മുടെ കരച്ചിലുകളുമൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നത്. അതുകൊണ്ടാണ്. അവസാനത്തെ ഒരു വാക്കുകൂടെ, സംസാരത്തെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. സംസാരം, ഒരു സ്ത്രീ സംസാരിക്കേണ്ട രീതി. ഫലാ തഖ്ലഅന ബിൽ ഖൗലി ഫയത്മ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽനാ ഖൗലൻ മഅറൂഫാ. ഒരു സ്ത്രീ ഒരു പുരുഷനോട് എങ്ങനെ സംസാരിക്കണം?
ഖൗലൻ മഅറൂഫ, മാന്യമായ സ്റ്റാൻഡേർഡ് സംസാരിക്കണം. ആടിക്കുഴഞ്ഞ് കൊഞ്ചിക്കുഴഞ്ഞ് ഒരു സംസാരമല്ല. എന്ത് അങ്ങനെ സംസാരിച്ചുള്ള പ്രശ്നം, അതും കൂടെ അല്ലാഹ് ഖുർആനിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആള് അവരുടെ മനസ്സിൽ പല രോഗവുമുള്ള ആളുകളായിരിക്കും, അല്ലേ? പല രോഗമുള്ള ആളുകളായിരിക്കും. ഒരു അധ്യാപകൻ എന്ന രീതിയിൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. എൻ്റെ കൊച്ചനുജത്തിമാരോട് ഞാൻ അടിവരയിട്ട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്ന് പറഞ്ഞ ഒരു ജീവിത രീതി, ഒരിഷ്ടം, ഒരു താല്പര്യമൊക്കെ ഏതെങ്കിലും ചെറുപ്പക്കാരനോടുണ്ട് എങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുമായി അവൻ ഇടപെടുന്ന എല്ലാ രഹസ്യകാര്യങ്ങളും അവരുടെ കൂട്ടുകാർക്കിടയിൽ പരസ്യമായിരിക്കും. നിങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ അവനവൻ്റെ കൂട്ടുകാരുമായി ഇരുന്ന് പറഞ്ഞു ചിരിക്കും. ഒരു അധ്യാപകൻ എന്ന നിലയിൽ അനുഭവം കൊണ്ട് പറയാം, 16ഉം 17ഉം വയസ്സുള്ള പെൺകുട്ടികൾ വന്ന് കരയുന്ന രംഗമുണ്ട്. അവളുടെ ഫോട്ടോ അവൻ പറഞ്ഞതനുസരിച്ച് എടുത്തയച്ചു കൊടുത്തിട്ട് അതിൻ്റെ പേരിൽ ഇനി എൻ്റെ ഉമ്മയും ഉപ്പയും അറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് കൈപിടിച്ച് കരഞ്ഞ കുട്ടികളുണ്ട്. ടീച്ചർമാരുടെ കൈപിടിച്ച് കരഞ്ഞ കുട്ടികളുണ്ട്. എന്താ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം അത്രമേൽ അപകടകരമായ സാഹചര്യത്തിലാണുള്ളത്, അപകടകരമായ കാര്യത്തിലാണുള്ളത്. നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തിയുടെ ഉദ്ദേശം എന്തെന്നറിയില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ഒരു മഹറമില്ലാതെ നിങ്ങൾ ഒറ്റപ്പെട്ടാൽ ഫഇന്ന സാലിസഹുമ ശൈത്വാൻ, മൂന്നാമനായി ശൈത്താൻ ഉണ്ടാകും. അവൻ്റെ മനസ്സിൽ പലതും തോന്നിപ്പിക്കും, അവളുടെ മനസ്സിൽ പലതും തോന്നിപ്പിക്കും. അവരാക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാ. ഇതിലേറെ വലിയ ഒരു ധാർമ്മിക രംഗത്തെ ഒരു സ്ത്രീക്കുള്ള സംരക്ഷണം, ഒരു മുസ്ലിമിനുള്ള സംരക്ഷണം ഇത്രമേൽ വ്യക്തമായി പറഞ്ഞത് ആരാ ഉള്ളത്? എൻ്റെ സംസാരത്തിൻ്റെ അവസാന ഭാഗം ഈ പറഞ്ഞ നിയമങ്ങളെ ഒക്കെ കാറ്റിൽ പറത്തി ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഉമ്മയും ഉപ്പയൊക്കെ പഴഞ്ചനാന്നും പറഞ്ഞ് ഏതാനും വർഷങ്ങളും മാസങ്ങളും കണ്ട ചെറുപ്പക്കാരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന കുട്ടികളുണ്ട്. എന്താ അവർ പറയുന്നതെന്നറിയോ? ഞങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം, ഞങ്ങൾക്കുള്ള അവകാശം, എനിക്ക് പ്രായമായി, എനിക്കിഷ്ടമുള്ളവരൊപ്പം ജീവിക്കാമല്ലോ എന്നാ. നമ്മൾ ആദ്യം പറഞ്ഞ ഭാഗം എന്താ? നിങ്ങളുടെ വിവാഹപ്രായം വരെ സംരക്ഷണം നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവിന്. അത് ഇസ്ലാം വെച്ച നിയമമാണ്. എന്നാൽ അതിനപ്പുറത്ത് ഉമ്മയെയും ഉപ്പയെയും ഒക്കെ ധിക്കരിച്ച് നിങ്ങൾ പോകുന്നില്ലേ? ഞാൻ ഒരേ ഉദാഹരണം പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ, വളരെ പെട്ടെന്ന് മനസ്സിലാക്കുക. ഇത് സ്വാതന്ത്ര്യമാണല്ലോ പറയുന്ന ആളുകൾ. ഞങ്ങൾക്കും വേണം സ്വാതന്ത്ര്യം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക എന്നുള്ളതാണ്. എന്തിനാ ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നത്? സന്തോഷത്തിന് വേണ്ടി. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചാൽ സന്തോഷം കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഒരു കുട്ടിക്ക് വിവാഹപ്രായമായി, ആ വിവാഹപ്രായമായ കുട്ടിക്ക് ഉമ്മയും ഉപ്പയും വിവാഹം ആലോചിച്ചു. ഒരു ചെറുപ്പക്കാരൻ വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു, വീട്ടുകാർ തമ്മിൽ ആലോചിച്ചു, കല്യാണം തീരുമാനിച്ചു. ആ തീരുമാനിച്ചത് മുതൽ ആ ചെറുപ്പക്കാരൻ്റെയും ആ പെൺകുട്ടിയുടെയും മനസ്സിൽ സന്തോഷത്തിൻ്റെ മുട്ടിട്ട് തുടങ്ങും. നിക്കാഹ് ദിവസമായി, നിക്കാഹിന് വസ്ത്രമെടുക്കുന്ന സന്തോഷമായി, കല്യാണ ദിവസമായി, കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ, ഉമ്മാക്കും ഉപ്പാക്കും സന്തോഷം, കുടുംബക്കാർക്ക് സന്തോഷം, അയൽക്കാർക്കും നാട്ടുകാർക്കും സന്തോഷം. എല്ലാവരും വരുന്നു, ആ പെൺകുട്ടിയോട് ആശംസകൾ പറയുന്നു, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹം എല്ലാവരും ചേർന്ന് സന്തോഷത്തോടു കൂടി നിർവഹിക്കുന്നു. വിവാഹം കഴിഞ്ഞ് ഉമ്മയും ഉപ്പയും അവളുടെ വീട്ടിലേക്ക് പോകുന്നു. 2 ദിവസം കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരണമെന്ന് പറയുന്നു, സൽക്കാരങ്ങൾ നടക്കുന്നു. എത്ര സന്തോഷകരമായ ജീവിതം. കുറച്ച് കഴിയുമ്പോൾ ആ പെണ്ണ് ഗർഭിണിയാകും, ഉമ്മയാകാൻ പോകുന്നു. അപ്പോൾ ഉമ്മാക്ക് സന്തോഷം, ഞാൻ വല്യമ്മയാകാൻ പോകുന്നു. അങ്ങനെ അങ്ങോട്ട് പോക്കായി, അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കലായി. ഈ ജീവിതത്തിൽ എന്തെല്ലാം സന്തോഷങ്ങളുണ്ടായി, ഉണ്ടായില്ലേ? ഉണ്ടായി. നേരെ തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, ഉമ്മാനെയും ഉപ്പാനെയും ഒക്കെ വേണ്ടാന്ന് വെച്ചൊരു കുട്ടി ഇറങ്ങിപ്പോയി, അവളുടെ കുടുംബത്തിൽ സന്തോഷമുണ്ടോ?
ആ ഉമ്മാക്കും ഉപ്പാക്കും സ്വന്തം നാട്ടിൽ ഇറങ്ങി നടക്കാൻ കഴിയോ? നാട്ടുകാർക്ക് എന്തായിരിക്കും കുടുംബത്തെക്കുറിച്ച് അഭിപ്രായം? ഒരു വസ്ത്രമെടുക്കാൻ പോകുന്ന സന്തോഷം ആ കുട്ടിക്കുണ്ടോ? ഇല്ല. കല്യാണത്തിന് അവിടെ കൂടിയ ആളുകളുടെ പ്രാർത്ഥനകളുണ്ടോ? ഇല്ല. ആ ചെറുപ്പക്കാരൻ്റെ കൂടെ വിശ്വാസമില്ലാത്തവൻ, ദൈവമില്ല എന്ന് പറയുന്നവൻ, സ്വാതന്ത്ര്യവും ലിബറലിസവും പറയുന്നവരുടെ കൂടെ പോയി അവസാനം അവൾ ഗർഭിണിയായി. അപ്പോൾ അവൻ്റെ വീട്ടുകാർ പറയും, ഇത് വലിയ പ്രയാസമാണ്, ഇയാൾ ഒഴിവാക്കിക്കളാന്ന്. നിങ്ങൾ എവിടെയും പോകണ്ട. കേരളത്തിൽ നിങ്ങൾ വെബ്സൈറ്റ് എടുത്തിട്ട് കേരള പോലീസിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ക്രൈം അടിച്ചു നോക്കിയാൽ നിങ്ങൾ 22-ൻ്റെയും 25 പ്രായത്തിൻ്റെയും ഇടയിലുള്ള എത്ര പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തെന്നറിയോ? ജീവിതം അവസാനിപ്പിച്ചു. ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? ഉമ്മയും ഉപ്പയും ധിക്കരിച്ചിറങ്ങിപ്പോയവളാണ് ഞാൻ. എൻ്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നു, എന്നെ നോക്കാൻ ഇനി ആരുമില്ല. എന്തേ മുമ്പത്തെ വഴിയുള്ളൂ? ജീവിതം അവസാനിപ്പിക്കുക. കിണറ്റിൽ വീണും, പുഴയിൽ ചാടിയും, റെയിൽവേയിൽ തലവെച്ചും, വാഹനങ്ങൾക്ക് മുമ്പ് ചാടിയും, കയറ് കെട്ടി തൂങ്ങിയിട്ടുമൊക്കെ എത്ര ജീവിതങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോയി എന്നറിയോ? ഈ ലോകത്ത് നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചതിന് ശേഷം നമുക്ക് മാർഗദർശനമായി അള്ളാഹു വിശുദ്ധ ഖുർആൻ നൽകി. ആ ഖുർആൻ വിവരിച്ചു നൽകാൻ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെയും നിയോഗിച്ചു. ആ പ്രവാചകന്മാരിലെ അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകൻ കാണിച്ചു തന്നു എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എന്ന്. ആ ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കേണ്ടത്. ആ നിയമമാണ് മരിക്കുവോളം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് വരുന്ന ആശയങ്ങളും ചിന്താധാരകളും ആദർശങ്ങളും എല്ലാം തന്നെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. മാന്യമായ ജീവിതം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ കാണിച്ചു തന്ന ജീവിതം, അവിടുന്ന് സ്വഹാബത്ത് അനുകരിച്ച ജീവിതം, ആ ജീവിതമാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉണ്ടായിരിക്കേണ്ടത്. ഈ ലോകത്ത് നിന്ന് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ വിട പറഞ്ഞു പോകേണ്ടവരാണ്. ഈ ലോകത്ത് നിന്ന് ഞാനും നിങ്ങളുമൊക്കെ വിട പറഞ്ഞു പോകേണ്ടവരാണ്. നമ്മളൊന്ന് ആലോചിക്കണം. ഈ ലോകത്ത് നിന്ന് നമ്മൾ മരിച്ച് നമ്മുടെ മയ്യത്ത് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നമ്മുടെ കൂട്ടുകാർ വന്ന് നമ്മളെ ഒരു നോക്ക് കണ്ട് കരയുന്ന രംഗമുണ്ട്. നാട്ടുകാരും വീട്ടുകാരും ചാരി നിന്ന് കരയുന്ന രംഗമുണ്ട്. അവസാനം നമ്മളെ കുളിപ്പിച്ച് കഫം ചെയ്ത് മയ്യത്ത് കട്ടിലുമായി പള്ളിക്കാട്ടിലേക്ക് ചെന്ന് അവിടെ നമ്മളെ മറമാടി തിരിച്ചു വരുമ്പോഴും അവരുടെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട്. പക്ഷേ അവിടെ മുതൽ നമ്മൾ തനിച്ചാണ്. അവിടെ മുതൽ നമ്മൾ തനിച്ചാണ്. ഇന്നത്തെ രാത്രിയെങ്കിലും ഞാൻ മരണപ്പെട്ടാൽ പോലും അള്ളാഹു തൃപ്തിപ്പെട്ട ഒരാത്മാവായി, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരടിമയായി, അള്ളാഹുവിൻ്റെ പരലോകത്ത് വിചാരണാ വേളയിൽ അപമാനിക്കപ്പെടാതെ വലത് കയ്യിൽ കിതാബേറ്റു വാങ്ങി സ്വർഗത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാനുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കഴിയണം. അതിന് നമ്മുടെ വിശ്വാസം ശരിയാകണം, നമ്മുടെ ധാർമ്മികത ശരിയാവണം, നമ്മുടെ അനുഷ്ഠാനങ്ങളും നമ്മുടെ കർമ്മങ്ങളും ശരിയാകണം. അതിലൊരു പാകപ്പിഴവുമില്ലാതെ അള്ളാഹു തൃപ്തിപ്പെടാത്ത ആത്മാവായി ഈ ലോകത്ത് മരിച്ചു വീഴാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ കുറേയേറെ തെറ്റുകുറ്റങ്ങളുടെ നാഥ, അതെല്ലാം ഞങ്ങൾക്ക് നീ പൊറുത്ത് മാപ്പാക്കി തരണമേ. അള്ളാഹുവേ, ഞങ്ങളുടെയൊക്കെ വീടുകളിൽ രോഗങ്ങൾ കൊണ്ടും ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ടും അനുഭവിക്കുന്ന കുറേ ആളുകളുണ്ട്. അള്ളാഹുവേ, അവർക്കെല്ലാവിധ മർഹമത്തും നൽകി ശിഫയും സമാധാനവും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിൽ നിന്ന് കൺകുളിർമയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ, എവിടെ വെച്ച് മരിച്ചാലും മുസ്ലിമായിട്ട് മരിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ മാതാപിതാക്കൾ, പണ്ഡിതന്മാർ, ഗുരുനാഥന്മാർ, സഹോദരി സഹോദരന്മാർ, ഞങ്ങളെല്ലാവരെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.